ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. ഓടും കുതിര ചാടും കുതിര അൽതാഫ് സലിം ഡയറക്റ്റ് ചെയ്യുന്നു. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, രേവതി പിള്ള, ലാൽ, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, അങ്ങനെ കുറച്ച് അധികം നല്ല കാസ്റ്റുണ്ട്. അൽതാഫ് സലിം ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയ്ക്ക് ശേഷം ചെയ്യുന്നൊരു സിനിമയാണ്. 2017 അത് ഇറങ്ങിയത്. 8 വർഷം എടുത്തു നെക്സ്റ്റ് വെഞ്ചൂറിലേക്ക് എത്താൻ. അദ്ദേഹം പിന്നീട് ആക്ടിങ് മേഖലയിലൊക്കെ തിരിഞ്ഞ് മന്ദാകിനി അങ്ങനെ കുറേ സിനിമകൾ, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, അങ്ങനെ കുറേയധികം സിനിമകളിലൊക്കെ പ്രധാനപ്പെട്ട റോളുകളും അധികം അപ്രധാനമായിട്ടുള്ള റോളുകളൊക്കെ ചെയ്ത് ആക്ടിങ് മേഖലയിലായിരുന്നു. നാൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയുണ്ട്. കുറച്ച് എന്തെങ്കിലും ഒരു പുതിയ സംഭവത്തിലേക്ക് എത്താനുള്ളൊരു മൂമെൻ്റ് പോലെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങി. അറിയാലോ, ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള ഒരു ട്രാജി കോമഡി ജോണറിലുള്ള സിനിമയായിരുന്നു. അത് ട്രെയിലർ കണ്ടപ്പം, ഓടും കുതിര ചാടും കുതിരയുടെ ട്രെയിലർ കണ്ടപ്പം ഏകദേശം ആ ഒരു മീറ്റർ പിടിച്ചിട്ടുള്ളത് പോലെ തോന്നി. വിഷ്വൽസൊക്കെ ഏകദേശം ആ ഒരു വേ ആണ് ഫീൽ ചെയ്തത്. ഇതിൻ്റെയും സ്ക്രിപ്റ്റ് എഴുതുന്നത് അൽതാഫ് സലിം തന്നെയാണ്. ഞണ്ടുകളുടെ നാട്ടിൽ ജോർജ് കോരയും കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ അദ്ദേഹം ഓടുംകുതിരയ്ക്ക് അൽതാഫ് സലിം മാത്രമാണ് എഴുതുന്നത്. പിന്നെ ഞണ്ടുകളുടെ നാട്ടിലിൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ജസ്റ്റിൻ വർഗീസ്, അറിയാലോ, പൈങ്കിളി അങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള പ്രോമിസിങ് അല്ല, ഭയങ്കര ഫെയിമായിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഓടും കുതിര ചാടും കുതിരയ്ക്കും മ്യൂസിക് ചെയ്യുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് റിവ്യൂസ് വരുന്നുണ്ട്, അത്രയ്ക്കങ്ങോട്ട് ഒരു പവർ ഇല്ലാത്തൊരു ട്രെയിലർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് എന്തൊക്കെയോ സീക്രട്ടുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത് എന്ന് തോന്നുന്നു. കാരണം ട്രെയിലറിൽ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല. ഒരു കുതിര, ടൈറ്റിൽ പറയുന്ന പോലെ ഒരു കുതിരയുടെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. ഇനി അതുമായിട്ട് ബന്ധമുണ്ടാവും എന്നുള്ളതാണ് സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടത്. കാരണം എന്തൊക്കെയോ ഭയങ്കരമായിട്ട് സീക്രട്ട് പറയാനുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സീക്രട്ട് എന്താണെന്നുള്ളത് അതിലൊരു പുതുമയുണ്ടായാൽ മതി എന്നുള്ളതാണ്. കാരണം ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള ട്രാജി കോമഡി എന്ന് പറയുന്നൊരു ജോണർ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അത് എന്താ പറയുക, ആ ഒരു അതിൻ്റെ കഥാപരമായിട്ട് നോക്കുന്നത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തെ എങ്ങനെ അത് കോമഡി ആയിട്ടും ട്രീറ്റ് ചെയ്തെന്നുള്ളൊരു, അതേസമയം ഫീൽ ഗുഡായിട്ടും ട്രീറ്റ് ചെയ്യുന്നുള്ള ഒരു സംഭവമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാം. കാരണം ഇതിൻ്റെ ആ ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന ടൈറ്റിലിനകത്ത് ഒരു മാങ്ങയുടെ ഐക്കൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോസ്റ്ററിനകത്തും മാങ്ങയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഇനി എന്താണെന്നറിയില്ല, കുതിരയാണോ മാങ്ങയാണോ എന്നുള്ളത് അറിയത്തില്ല. ട്രെയിലറിൽ കുതിര എന്ന് പറയുന്ന പോലെ കുതിരയെ പലയിടത്തായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനി ആ കുതിരയ്ക്ക് എന്താണ് റോളെന്നുള്ളതും, ഇനി കുതിരയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, കുതിര അല്ലാതാവൂ വേറെന്തെങ്കിലും ഒരു ക്യാരക്ടറാണോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പിന്നെ സിനിമറ്റോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെട്ടു, രസമുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസും കോസ്റ്റ്യൂംസും ഒക്കെ രസമുണ്ട്. എല്ലാവരെയും കോസ്റ്റ്യൂംസ് നല്ല രസമുണ്ടായിട്ട് തോന്നി. പിന്നെ ലാലിൻ്റെ ക്യാരക്ടർ 2-3 ഷോർട്സിൽ വരുന്ന പോലെ വൺ മാൻ ഷോ സിനിമയിൽ ഹരിനാരായണൻ തന്നെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു റെഫറൻസ് ഉള്ളതുപോലെ ഫീൽ ചെയ്തു, ചിരിക്കുന്നതായാലും സംഭവമായാലും. പിന്നെ വിനയ് ഫോർട്ട് ഇതിനകത്ത് ഒരു എർത്ത് ക്യാരക്ടർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഓവറോൾ. പിന്നെ കല്യാണി പ്രിയദർശനെ കൂടാതെ പുതിയൊരു ആക്ട്രസും കൂടെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. രേവതി പിള്ള എന്നാണ് ആക്ട്രസിൻ്റെ പേര്. ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. ഇതിനു മുമ്പ് കുറച്ച് ടെലിവിഷൻ സീരീസൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ജബ് വി മാച്ച് എന്നൊക്കെ പറഞ്ഞൊരു ടെലിവിഷനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടറിയാൻ ഇനിയിപ്പം ഓടും കുതിര ചാടും കുതിര
വെള്ളം കണ്ടാൽ നിൽക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഓണം റിലീസാണ്. മറ്റ് സിനിമകൾക്കൊപ്പം എത്രത്തോളം ഇത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളത് വെയിറ്റ് ചെയ്യാം. ഒരു ഫീൽ ഗുഡ്, നല്ലൊരു കോമഡി ഫീൽ ഗുഡ് സിനിമ പ്രതീക്ഷിക്കുന്നു. ബൈ. റെട്രോ കാതിക.